ഇന്ന് ഞാൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത KM ഷാജിയുടെ ഒരു പ്രസംഗം കേൾക്കുവാൻ ഇടയായി. KM ഷാജി പ്രസംഗിക്കുമ്പോൾ പറയുന്ന വാക്കുകളെ കേരളത്തിലെ പല സംഘപ്രവർത്തകരും വളരെ നിർവാജ്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപയോഗിക്കുന്നതായി കേൾക്കാൻ കഴിയുന്നുമുണ്ട്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഷാജി എന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി മൂടുപടമില്ലാതെ സത്യം പറയുന്നു എന്നതാണ് എനിക്ക് തോന്നിയത്. മതമാണ് വിഷയം. ഇതാണ് വിഷയം. സത്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജാതിയും മതവുമല്ലേ വിഷയം? ഇതിനെ മറച്ചു വെക്കുന്നത് എന്തിനാണ്? ഈ സത്യം വിളിച്ചു പറയുവാനുള്ള ആർജവം കാട്ടിയ ഷാജിയെ അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ 14 കോടിയോളം മുസ്ലിം സമുദായ അംഗങ്ങളുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു മുസ്ലിം സമുദായ അംഗത്തെയും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? മതമാണ് വിഷയം. അപ്പോൾ സംഘടിത ശക്തികൾക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യമാണ് ഷാജിയുടെ ആ വാക്കിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കേണ്ടത് ഈഴവ സമുദായ അംഗങ്ങളാണ്. കാരണം കേരളത്തിലെ ഈഴവ സമുദായങ്ങൾ ഇടത് വലത് മുന്നണികളിലും BJPയിലുമൊക്കെയായി നിന്നുകൊണ്ട് അസംഘടിതരായി മാറുന്നു എന്നതാണ് സത്യം. ഈ അസംഘടിതരായി മാറുന്ന ഈഴവ സമുദായ അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ മരം വെട്ടികളും വെള്ളം കോരികളും എച്ചിൽ തിന്നുകളുമായി മാറുന്നു എന്ന സത്യം നാം തിരിച്ചറിയണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ ഉള്ള ജില്ലകളിൽ, ഈഴവ മെജോറിറ്റിയുള്ള ജില്ലകളിൽ ഒരു സർവകലാശാല പോലുമില്ല. മറിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്ത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തതിൻ്റെ പരിണിത ഫലമായി 6 യൂണിവേഴ്സിറ്റികളുണ്ട്. 6 യൂണിവേഴ്സിറ്റികൾ. അതിൻ്റെ നേട്ടമാണിന്ന് കേരളത്തിൻ്റെ പൊതുപഠന സംവിധാനങ്ങളിൽ മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സമയത്ത് ഉദ്യോഗരംഗങ്ങളിൽ ആരുമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ പൊതുഭരണ രംഗത്തും മറ്റുദ്യോഗതലത്തിലും പ്രൊഫഷണൽ കോഴ്സുകളിലുമൊക്കെ 10,000-കണക്കിന് മുസ്ലിം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പ്രൊഫഷണലിസ്റ്റുകളെയും കാണാൻ കഴിയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധനം ചെയ്തത് മുസ്ലിം സമുദായം കൃത്യമായും വ്യക്തമായും നടപ്പാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് ഈ നാട്ടിലെ ഈഴവ സമുദായ അംഗങ്ങളും പ്രത്യേകിച്ച് മറ്റ് പട്ടികജാതി സമുദായ അംഗങ്ങളും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും മാനവ സമുദായത്തിന് ഉദ്ബോധനം നൽകിയ ഗുരുദേവനാണ്. നിർഭാഗ്യവശാൽ ഗുരുദേവൻ ജനിച്ച സമുദായം ആകുന്ന ഈഴവ സമുദായം പോലും ഇന്നും ആ കൽപ്പനകളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കുവാനോ അത് നടപ്പിലാക്കുവാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു സമയത്ത് SRP രൂപീകരിച്ചു. കേരളത്തിലെ മന്ത്രിസഭയിൽ വന്നു. പക്ഷേ കേരളത്തിലെ മന്ത്രിസഭയിൽ SRPക്ക് ലഭിച്ചത് എക്സൈസ് വകുപ്പാണ്. ഇപ്പോഴും ആ പല്ലവി തുടരുകയാണ്. ഈഴവ സമുദായ അംഗങ്ങൾ ആരെങ്കിലും മന്ത്രിമാരായാൽ അവർ എക്സൈസ് വകുപ്പുകാരായി മാറിക്കോണം, ചെത്തുന്നതിൻ്റെയും വാറ്റുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും മന്ത്രിമാരായി ഇരുന്നു കൊള്ളണം എന്ന ആക്ഷേപമാണ് വരേണ്യവർഗം പ്രൊഫഷണൽ രംഗത്ത് അല്ലെങ്കിൽ ഭരണരംഗത്ത് പോലും നടപ്പാക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന, ഞാൻ പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ മാറ്റത്തിൻ്റെ ശംഖുലിനാദമാണ് മുഴക്കേണ്ടത്. ഈ നാട്ടിലെ പുരോഗമന സമുദായങ്ങളായി മാറണമെന്ന് ഈ നാട്ടിലെ ഈഴവ പുലയ സമുദായങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ റോൾ മോഡലായി എടുക്കേണ്ടത് ഇന്നത്തെ മുസ്ലിം സമുദായത്തെയാണ്.
അല്ലാതെ അവരെ നോക്കി വെള്ളാപ്പള്ളി നടേശൻ്റെ കൂട്ട് കൊഞ്ഞണം കുത്തുകയും തെറി പറയുകയും അല്ല ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജനാധിപത്യത്തിൽ ഓരോ സമുദായങ്ങൾക്കും സംഘടിക്കുവാനും അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനുമുള്ള വ്യവസ്ഥയുണ്ട്. അതുമാത്രമാണ് മുസ്ലിം സമുദായവും മുസ്ലിം ലീഗും അടങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവർ ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഷാജിയുടെ പ്രസംഗത്തിലെ മറ്റൊരു വാക്ക് എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ആ മുസ്ലിം ലീഗ് നിലകൊള്ളേണ്ടത് മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ കാര്യമല്ല ഞങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഞങ്ങളുടെ കാര്യമാണ്. അത് ഞങ്ങൾ നോക്കുന്നു എന്ന് തൻ്റെ ഇടത്തോട് പറഞ്ഞ മന്ത്രി ഷാജിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ അക്കാര്യത്തിൽ. ഇത് പറയുവാനുള്ള ആർജവം കേരളത്തിലെ എല്ലാ ഈഴവ സമുദായ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.